ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയിട്ടോ. അപ്പം ഞാൻ ഓർത്തു ഏതായാലും ആ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരു ഇൻട്രോ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നും കൂടി ഞാൻ പറയാം. ഒരു ഹെയർ കെയർ ആണ് കേട്ടോ. അതായത് കുട്ടികൾക്കും നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഹെയർ വാഷ് മിക്സ് ആണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അത് രണ്ടും നമ്മുടെ വീട്ടിൽ ഉള്ളതായിരിക്കും. രണ്ടെണ്ണം അല്ലെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീക്ക്ലി നിങ്ങൾക്ക് എന്താ പറയുക, 1 ടൈം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടിയാണ് കേട്ടോ. ഇപ്പോൾ വേനലാണല്ലോ, വേനൽക്കാലത്ത് നമ്മുടെ തലയൊക്കെ നല്ല ചൂടായിട്ടാണ് ഇരിക്കുക. നമ്മുടെ ഹെയറും ഒക്കെ നന്നായിട്ട് ഡേർട്ടി ആയിട്ട് ഇരിക്കാറൊക്കെ ചാൻസ് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുട്ടികൾക്കും വലിയ ആളുകൾക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നിങ്ങൾ വേഗം പോയി കണ്ടിട്ട് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് ചെമ്പരത്തിയാണ് കേട്ടോ. ഞാനിവിടെ എടുക്കുന്നത് 5 ചെമ്പരത്തിയാണ്. ചെമ്പരത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതല്ലേ, എന്നാലും ഞാൻ കുറച്ച് പറയാം. ഇതിൽ ഒരുപാട് ഫ്ലാവനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോഷകരമായിട്ട് വരുന്ന നമ്മുടെ സൂര്യരശ്മികളില്ലേ, അതിൽ നിന്ന് നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലാവനോയിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെമ്പരത്തിയിൽ ഇത് ധാരാളം അടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് നാച്ചുറലായിട്ടൊരു ഷാമ്പു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. തലയിൽ ഉണ്ടാകുന്ന പൊടികൾ, അഴുക്കുകളൊക്കെ ഇല്ലേ, അതൊക്കെ നീക്കം ചെയ്യാൻ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഞാൻ ചെമ്പരത്തി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണുണ്ട് കേട്ടോ. അരച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഈസി ആയിട്ട് ഹെയറിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന. അരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് അരിക്കേണ്ട. പക്ഷേ തലയിൽ ഇങ്ങനെ ഉണ്ടാകും, ഉണങ്ങി പിടിച്ചിരിക്കുന്നത് പോലെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലാവനോയിഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം നല്ലതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡേർട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഹെയർ കണ്ടീഷണർ കൂടിയാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുന്നത്. വിറ്റമിൻ സിയും കൊളാജനും ഒക്കെ നല്ല രീതിക്ക് പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെയറിലൊക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചന്ദനമാണ് കേട്ടോ. ഞാനിവിടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ചന്ദനമാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചന്ദനത്തിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ സാൻഡൽവുഡ് ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്താലും മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. താരൻ മാറാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചന്ദനം വളരെയധികം നല്ലതാണ്. അമിതമായിട്ട് സെബം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ താരനൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാൻഡൽവുഡ് പൗഡർ വളരെയധികം നല്ലതാണ് കേട്ടോ. സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. മുടിക്ക് എന്താ പറയുക, മുടിയുടെ തിളക്കം നിലനിർത്താൻ വേണ്ടിയിട്ടും വളർച്ചയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ ധാരാളമായിട്ട് ചന്ദനത്തിൻ്റെ പൗഡറിൽ അടങ്ങിയിട്ടുണ്ട്. ചന്ദനത്തിൻ്റെ എണ്ണയും ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് ഹെയറിലൊന്ന് ഇട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ വാഷ് മിക്സ്. ചന്ദനവും ചെമ്പരത്തീൻ്റെ ജ്യൂസും കൂടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ. ചന്ദനത്തിൻ്റെ ആ ഒരു സ്മെല്ലില്ലേ, ഇതിൻ്റെ അകത്ത് സൂപ്പറായിട്ട് തന്നെ വരുന്നുണ്ട്. ഇന്ന് ഞാൻ നേരത്തെ കുളിച്ചത് കൊണ്ട് തന്നെ, എനിക്ക് നോൽമ്പായതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് കുളിക്കുന്നതിനോണ്ട് തന്നെ ഞാൻ ഇത് തലയിൽ ഇട്ട് കാണിക്കണില്ല. പകരം ഞാൻ മോൻ്റെ തലയിലാണ് കേട്ടോ ഇത് ഇട്ട് കാണിക്കുന്നത്. ഒരു കുഴപ്പമില്ല കേട്ടോ. കുട്ടികൾക്കും വലിയ ആളുകൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടും. ഇപ്പോൾ എന്തായാലും വേനലായതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിലൊക്കെ നല്ല പൊടി ഒക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. തലയ്ക്കൊരു തണുപ്പ് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നത് കൂടിയാണ് കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്യാം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണ്, തണുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, തലവേദന വരും എന്നുള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് തേച്ചിട്ട് അപ്പം തന്നെ വാഷ് ഔട്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇതൊരു എന്താ പറയുക, ഒരു ഷാമ്പൂ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന ഷാമ്പൂ പോലെ പതയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമോൻ്റെ തലയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓയിലില്ലേ, ഹെയർ ഓയിൽ തലയിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ഒരു മിക്സ് ഹെയറിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അവന് ഈ വക ഞാൻ താളിയൊക്കെ ഞാൻ പിടിച്ച് വെച്ചിട്ടാണ് തലയിൽ തേപ്പിക്കുക കേട്ടോ വല്ലപ്പോഴും ഒക്കെ. ഇവൻ്റെ ഹെയർ പെട്ടെന്ന് തന്നെ വളരും. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളരുന്നതാണ്.
അപ്പോൾ ഹെയർ ഓയിൽ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ മിക്സ് ഇട്ട് കൊടുക്കുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ അത് തലയിലിടുന്ന സമയത്ത്. ഞാനിതിന് മുൻപേ ട്രൈ ചെയ്ത് നോക്കിയ സമയത്തും നല്ലൊരു എന്താ പറയുക നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് നമ്മുടെ തലയ്ക്ക്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇതിന് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ചന്ദനത്തിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട്. ഹെയർ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു സ്മെല്ല് നമ്മുടെ ഹെയറിന് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ആയുർവേദിക് സ്മെല്ല് എന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ലൊരു അടിപൊളി സ്മെല്ല് നമുക്ക് കിട്ടുന്നതാണ്. ഇവൻ്റെ ഫേസിലേക്ക് ഇങ്ങനെ ഇതാവുന്ന സമയത്ത് അവന് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ട് കേട്ടോ. കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല, എണ്ണ തേക്കാൻ വരെ ഇഷ്ടമില്ലാത്തവരെ ഞാൻ പിടിച്ച് വെച്ച് നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കാൻ കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇതിപ്പോൾ ഞാൻ നോൻപായത് കാരണം കുളിയൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ എനിക്ക് ഹെയറിന് വീണ്ടും വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തലവേദന വന്ന് അവിടെ ഇവിടെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഇവൻ കുളിച്ചിട്ടില്ല, എണീറ്റ് വന്ന് പാടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്കൊരു തല കിട്ടിയത് ആദ്യമേൻ്റെ തലയാണ്, അപ്പോൾ ഇതിൽ തന്നെ ഇന്നത്തെ വീഡിയോ എടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ചെയ്ത് നോക്കുക, ജസ്റ്റ് ഇറിറ്റേഷൻ കാര്യങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിൽ മാത്രം നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് വീക്ക്ലി 1 ടൈം മാത്രമേ യൂസ് ചെയ്താൽ മതി കേട്ടോ. എല്ലാ ദിവസവും ഉപയോഗിക്കരുത്, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മസാജും കൂടി കൊടുക്കുക കേട്ടോ. ഹെയറിൽ നന്നായിട്ടൊന്ന് സ്കാൽപ്പിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മസാജും കൂടി കൊടുക്കുന്നത് നല്ലതാണ്. ഗൈസ് ഞങ്ങൾ അപ്പോൾ കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ, ഇതിനകത്ത് കാണുന്നുണ്ടോ, ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് തലയിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത് ഒഴിച്ചിട്ട് സെറ്റ് ആക്കാം കേട്ടോ. തണുപ്പുണ്ടോ തലയ്ക്ക്? നല്ല തണുപ്പ്, നല്ല തണുപ്പ് ഉണ്ടാവും കേട്ടോ തലയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വേഗം പോയി കുളിക്കട്ടെ, ഒരുപാട് നേരം തലയിൽ വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ വാഷ് മിക്സ് നിങ്ങൾ കണ്ടല്ലേ അല്ലേ. നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തുള്ളൂ, ചെമ്പരത്തി അതേപോലെ തന്നെ നമ്മുടെ ചന്ദനത്തിൻ്റെ പൗഡർ ഓൾറെഡി ഞാൻ നമ്മുടെ പേർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ചന്ദനത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും എല്ലാ ഗുണങ്ങളെ പറ്റിയിട്ടും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ചന്ദനം നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഫേസിലാണെങ്കിലും ഹെയറിലാണെങ്കിലും ഒക്കെ ഒരു നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. കാക്ക കരയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചന്ദനത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനത് മോൻ്റെ തലയിലൊക്കെ ഇട്ടിട്ട് കാണിച്ചു തന്നില്ല. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം. എന്നാലും നിങ്ങളൊന്ന് ചെറിയ അളവിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അത്രയും പറയാനുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.